ഏകദേശം ഒരു കൊല്ലമായില്ലടാ നീ എൻ്റെ കയ്യിൽ. ഇനി നമുക്ക് നിൻ്റെ പുതിയ ചേട്ടനെ പരിചയപ്പെടാം. നമ്മളിന്ന് പോകുന്നത് ബാംഗ്ലൂരിൽ MG റോഡിലുള്ള സാംസങ്ങിൻ്റെ ഒപ്പേറ ഹൗസിലാണ്. അവിടെയാണ് സാംസങ്ങിൻ്റെ അൺപാക്ഡ് ഇവൻറ്റ് നടക്കുന്നത്. ബൈക്ക് പാർക്ക് ചെയ്ത ശേഷം നടന്ന് ദേ എൻ്റെ പുറകിൽ കാണുന്ന ബസ് ഒന്ന് പോട്ടെ, ആ കാണുന്നതാണ് സാംസങ്ങിൻ്റെ ഒപ്പേറ ഹൗസ്. എൻട്രൻസ് ലൈറ്റൊക്കെ ഉണ്ട്, LED വാളിൽ വാവ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ആൻഡ് ഗാലക്സി അൺപാക്ഡ് എന്ന് എഴുതിയും വെച്ചിട്ടുണ്ട്. ഫുള്ള് നല്ല രീതിയിൽ കളർഫുൾ ആയിട്ടുള്ള ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ആൻഡ് യെസ്, നമ്മുടെ ഗ്രാൻഡ് എൻട്രി ഓഫ് ഒരു ചേട്ടനോട് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മുടെ മിസ്റ്റർ പെർഫെക്റ്റൊക്കെ. ഒരു മിനിറ്റ്, ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് ഓക്കെ ശരി ഫോട്ടോ എടുത്തു. അങ്ങനെ ഫോട്ടോ എടുപ്പ് കഴിഞ്ഞതേ നമ്മൾ നടന്ന് ഒപ്പേറ ഹൗസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് എൻ്റെ പുറകിൽ കുറേ അധികം എന്നെ പോലത്തെ ക്രിയേറ്റേഴ്സിനെ കാണാം. എല്ലാവരും ഓരോ ക്യാമറയൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. ഇനി ഞാനിപ്പോൾ എങ്ങോട്ടേക്കാണ് പോവുക? ഇവിടെ ആരും പരിചയമില്ലല്ലോ. രണ്ടുപേരെ കിട്ടി. സോ നമ്മുടെ കൂടെ ഉള്ളത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക്കും പ്രതാപ് ജി ടെക്കുമാണ്. രണ്ടുപേരും വി കാണിക്കൂ. ഓക്കെ. ആൻഡ് നമ്മൾ സാംസങ് ഒപ്പേറ മിസ്റ്റർ പെർഫെക്റ്റ് ടെക്ക് അവിടെ നിന്ന് മാറുന്നില്ലല്ലോ. നിങ്ങൾ തന്നെ ക്യാമറ പിടിക്കും. സോ നമ്മൾ ഒപ്പേറ ഹൗസിൻ്റെ മുന്നിലാണ്. ഐ ലവ് സാംസങ് ഒപ്പേറ ഹൗസ്. ആൻഡ് നമ്മൾ ഒപ്പേറ ഹൗസിൻ്റെ അകത്ത് കയറിയപ്പോൾ പ്രതാപ് ജി ടെക്ക് അവിടെ കാര്യമായിട്ട് വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അകത്ത് കുറേ അധികം ചെയറുകൾ കാലിയായിട്ടുണ്ട്, കുറേ പെട്ടികളും മുന്നിൽ വെച്ചിട്ടുണ്ട്. വെൽക്കം ടു ഗാലക്സി അൺപാക്ഡ്. യെസ്, ഷെയർ ദേ. ഈ ചേട്ടനെ കൊണ്ട് വലിയ കഷ്ടമായല്ലോ. ചേട്ടാ ഒന്ന് മുന്നിലേക്ക് മാറൂ. ചേട്ടൻ ഹലോ. ഓക്കെ, ഇനി നമുക്ക് അകത്തേക്ക് മെല്ലെ പോവാം. നമുക്ക് ആരെങ്കിലും പരിചയമുണ്ടോ നോക്കാം. അത്യാവശ്യം ആൾക്കാർ പരിപാടിക്ക് നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഒരു വലിയ സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ട്. വീണ്ടും നമ്മൾക്ക് കുറേയധികം പെട്ടികൾ കാണാം. ചേട്ടൻ അവിടെ എന്തോ കാര്യമായിട്ട് കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആക്ച്വലി എനിക്ക് പരിചയമുള്ള കുറേ പേരുണ്ട്, എന്നാൽ എന്നെ പരിചയമുള്ള ആരെയും ഇവിടെ കാണുന്നില്ല. പുറകിലുള്ള ചേട്ടൻ ചിരിക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചു, പിന്നെ ചിരിച്ചു. നമ്മളും ചിരിച്ചിട്ടുണ്ട്. പുറകിൽ ഇത്രയും പേര് അവിടെ ഇരിപ്പുണ്ട്. ആൻഡ് യെസ്, ആരൊക്കെയാണ് അവിടെ കൈ കൊടുക്കുന്നത് നോക്കൂ. നമ്മുടെ ടെക് ബർണറും അതേപോലെ ട്രാക്കിംഗ് ടെക്കും ഉണ്ട്. ആൻഡ് ദേ നമുക്ക് ടെക്നിക്കൽ ഗുരുജി, നമ്മുടെ രാജീവ് മഖനി, ടെക് ബർണർ എല്ലാവരെയും സ്റ്റേജിൽ കാണാം. എല്ലാവരും ചിരിക്കൂ. ആരോ വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. യെസ്, നമ്മുടെ ചേച്ചി ഇവിടെ എത്തിയിരിക്കുകയാണ്. ഗാലക്സി അൺപാക്ഡ് ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സോ എല്ലാവരെയും ഇവൻറ്റിലേക്ക് വെൽക്കം ചെയ്യുന്നു എന്ന് ആണ് അവിടെ പറയുന്നത്. ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടോ എന്നും ചോദിക്കുന്നുണ്ട്. ആൻഡ് നമ്മുടെ TM റോ എന്ന് പറഞ്ഞ വ്യക്തി ആണ്, ഇദ്ദേഹമാണ് നമ്മുടെ സാംസങ് ഇവൻറ്റ് ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ബാംഗ്ലൂരിൽ വന്ന എല്ലാവരെയും വെൽക്കം ചെയ്യുവാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഫൈനലി സാംസങ് ഗാലക്സി ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഈ ഒരു ഇവൻറ്റ് മുഴുവനും ഗാലക്സി S23 സീരീസ് വെച്ചാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നു. ശരിക്കും അവിടെ ഒരാൾ നിൽക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു മിനിറ്റ്, ഞാനൊന്ന് സൂം ചെയ്യട്ടെ. ഇപ്പോൾ ശരിക്കും അവിടെ ഒരാൾ 3Dയിൽ നിൽക്കുന്ന പോലെ തോന്നുന്നില്ലേ? നല്ല രസമുണ്ടായിട്ട് ഈ ഇവൻറ്റ് കാണാനായിട്ട്. സോ ഇപ്രാവശ്യം അവർ അൾട്രാ സീരീസിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് നമ്മുടെ S23 സീരീസിൻ്റെ ഒഫീഷ്യൽ റിവീലിംഗ് ആണ് ഈ കാണുന്നത്. S22ലുള്ള ആ ഒരു പൊങ്ങി നിൽക്കുന്ന സാധനമൊക്കെ കളഞ്ഞിട്ടാണ് S23 സീരീസ് ഇങ്ങനെ സ്ട്രീം ലൈൻഡ് ആക്കിയിരിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. 3 സീരീസ് ഉണ്ട്: S23, S23 പ്ലസ്, S23 അൾട്രാ. ആൻഡ് നമ്മൾ കുറേ അധികം പുതിയ കളേഴ്സ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു ബ്ലാക്കിനേലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ കാണുന്ന S23 അൾട്രയുടെ ഗ്രീൻ കളറാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. സോ 3 സ്മാർട്ട് ഫോണുകളും അങ്ങനെ അൺവെയിൽ ചെയ്തിരിക്കുകയാണ്. യെസ്. സോ ഇപ്രാവശ്യം അവർ S23 അൾട്ര വെച്ചിട്ട് കുറേയധികം ഡയറക്ടർമാർക്ക് കൊടുത്തിട്ട് അവരുടെ അടുത്ത് ഫിലിം ഷൂട്ട് ചെയ്യാൻ പറഞ്ഞാണ് S23 അൾട്രയുടെ ഒക്കെ പവർ കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. വീഡിയോയിൽ 8Kയിൽ 30 FPS റെസൊല്യൂഷൻ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എടുക്കുന്ന വീഡിയോസ് കുറച്ചുകൂടെ ബ്രൈറ്റർ ആക്കുന്നുണ്ട്. 12 ബിറ്റ് ഡൈനാമിക് റേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. വൈഡ് ആംഗിളിലും നമ്മൾക്ക് 8K എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. നോർമലി ഷൂട്ട് ചെയ്യുന്ന വീഡിയോയിൽ നിന്നും ഭയങ്കരമായിട്ടുള്ള ബ്രൈറ്റർ ആയിട്ടുള്ള 8K ഫൂട്ടേജസ് ഇപ്രാവശ്യം കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. 200 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്. ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂം ചെയ്താൽ പോലും വളരെ നല്ല ഡീറ്റെയിൽസ് കിട്ടും എന്നുമാണ് പറയുന്നത്. പിന്നെ നൈറ്റോഗ്രാഫി കഴിഞ്ഞ കൊല്ലത്തെ പോലെ തന്നെ ഇപ്രാവശ്യം കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും അവരത് കാണിക്കാനായിട്ട് വേറൊരു ഡയറക്ടറെ കൊണ്ട്, ഒരു ഡാർക്കായിട്ടുള്ള ഫിലിംസൊക്കെ എടുക്കുന്ന ഒരു ഡയറക്ടറെ കൊണ്ട് ഇരുട്ടത്ത് ഫിലിം എടുത്ത് അത് കിടിലനായിട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് പ്രസൻറ്റേഷൻസ് കാണിച്ചു തന്നു. ഈവൻ സ്റ്റെബിലൈസേഷൻ കണ്ടില്ലേ S23 അൾട്രയിൽ കഴിഞ്ഞ കൊല്ലത്തിലും വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ AI സ്റ്റീരിയോ ഡെപ്ത് മാപ്പ് ആയിക്കോട്ടെ എല്ലാം ബെറ്റർ ആക്കിയിട്ടുണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ ക്യാമറയുടെ സ്പെസിഫിക്കേഷൻസ് കൃത്യമായിട്ട് എല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് പോസ് ചെയ്ത് വായിക്കാം. ഇപ്രാവശ്യം അവർ ഉപയോഗിച്ചിരിക്കുന്ന സ്നാപ്ഡ്രാഗൺ 8gen2 പ്രോസസ്സർ സാംസങ്ങിന് വേണ്ടി ക്വാൽകോം കസ്റ്റമായിട്ട് ഉണ്ടാക്കി കൊടുത്തൊരു ചിപ്സെറ്റാണ്. അതുകൊണ്ട് തന്നെ വളരെ കിടലനായിട്ട് ഗെയിമിങ്ങിലും പെർഫോം ചെയ്യും എന്നാണ് പറഞ്ഞത്. സോ
ഗെയിമിംഗ് കളിക്കാൻ താല്പര്യമുള്ളവർക്ക് വരെയും ഈ ഒരു സ്മാർട്ട് ഫോൺ കിടലനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. കുറേയധികം ഗെയിമേഴ്സും ഈ ഒരു ഇവൻറ്റിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ഇമേജ് പ്രോസസ്സർ കുറച്ചുകൂടെ മാറ്റിയിട്ടുണ്ട്, കൂടുതൽ ലൈറ്റ് ക്യാപ്ചർ ചെയ്യാനായിട്ടും അതേപോലെ കുറേയധികം എന്താ പറയുക പ്രോസസ്സിംഗ് ഒക്കെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഫൈനൽ ഫോട്ടോസ് കിടലനായിട്ട് നൈറ്റിലൊക്കെ വരാനായിട്ട്. പിന്നെ നമ്മുടെ ഗാലക്സി ബുക്ക് സീരീസിലെ ഏറ്റവും പുതിയ ഗാലക്സി ബുക്ക് 3 അതേപോലെ 3 പ്രോ പിന്നെ അൾട്രാ എന്നിങ്ങനത്തെ മോഡലുകൾ അവർ അൺവെയിൽ ചെയ്യുന്നുണ്ടായി. പിന്നെ കുറേയധികം ഇക്കോ സിസ്റ്റത്തിനെ പറ്റി എന്തൊക്കെയാണ് നമുക്കിപ്പോൾ ടാബും അതേപോലെ തന്നെ ഫോണും ഈ ഒരു ഗാലക്സി ബുക്കും ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാനായിട്ട് പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആൻഡ് കണ്ടില്ലേ, ഗാലക്സി ബുക്ക് 3 പ്രോ 360 എന്ന് പറയുന്ന സാധനം ലോഞ്ച് ചെയ്തായിരുന്നു. നമുക്കിങ്ങനെ മടക്കി ഒരു ടച്ച് സ്ക്രീൻ ആയിട്ടുള്ള ടാബായിട്ടും യൂസ് ചെയ്യാം, അല്ലാതെ നിങ്ങൾക്ക് സ്റ്റൈലസ് യൂസ് ചെയ്തും ചെയ്യാം, നോർമൽ ലാപ്ടോപ്പ് പോലെയും ചെയ്യാം. ഇതാണ് നമ്മുടെ ഗാലക്സി ബുക്ക് 3 അൾട്രയുടെയും ബുക്ക് 3 പ്രോ 360യുടെയും ബുക്ക് 3 പ്രോയുടെയും കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഉള്ള സ്ക്രീൻ. നിങ്ങൾക്ക് പോസ് ചെയ്ത് ഇതും വായിക്കാം. പിന്നെ S23 സീരീസിലെ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2 എന്ന് പറയുന്നത് റീസൈക്കിൾഡ് ഗ്ലാസ് വെച്ചിട്ടാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈവൻ പുറകിലടിച്ചിരിക്കുന്ന പെയിൻറ്റും റീസൈക്കിൾഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ പാക്കേജിങ്ങും റീസൈക്കിൾഡ് പേപ്പറിലാണ് ചെയ്തിരിക്കുന്നത് എന്നിങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അവർ കാണിച്ചു തന്നു. ഹായ് ചേട്ടാ, ഇതാണ് നമ്മുടെ ക്വാൽകോമിൻ്റെ പ്രസിഡൻറ്റും സിഇഒയും. പുള്ളി കുറേ നേരമായിട്ട് ചിരിക്കുന്നുണ്ട്, പുള്ളിനെ കുറിച്ച് പറഞ്ഞു. അതേപോലെ നമ്മുടെ ഗൂഗിളിൻ്റെ സീനിയർ വൈസ് പ്രസിഡൻറ്റും ഈ ഒരു പരിപാടിക്ക് വന്നിട്ടുണ്ട്. ഹായ്, ഹലോ, ഹായ്. ഇപ്പോൾ പുള്ളി ഉണ്ടായി. ആൻഡ് ഫൈനലി ഇതാണ് നമ്മുടെ S23 സീരീസിലുള്ള സകലമാന സ്പെസിഫിക്കേഷൻസും എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട്. 1 ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു ആൻഡ് നമുക്ക് 17 ഫെബ്രുവരി തൊട്ട് ഐറ്റംസ് എല്ലാം അവൈലബിൾ ആണ്. ആൻഡ് പ്രൈസ് ഡോളേഴ്സിലാണ് കാണിച്ചത്. 799, 999, 1199 എന്നിങ്ങനത്തെ പ്രൈസുകളിലാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഗാലക്സി ബുക്ക് 3 പ്രോവിൻ്റെയും ബുക്ക് 3 പ്രോ 360യുടെയും പ്രൈസ് കാണിച്ചു, ബുക്ക് 3 അൾട്രയുടെയും പ്രൈസ് കാണിച്ചു, അവരുടെ ലോഞ്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ ഒരു ഇവൻറ്റിൽ പങ്കെടുത്ത എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് എന്ന് പറഞ്ഞ് ഇദ്ദേഹം സ്റ്റേജ് വിടാനായിട്ട് കാത്തിരുന്ന ആ ഒരു നിമിഷം താഴെ നിന്നും പൊങ്ങി വരുമായിരുന്നു നമ്മുടെ S23 സീരീസിലെ 23 അൾട്രയും 23 പ്ലസും 23യും ആൻഡ് നമ്മുടെ സാംസങ്ങിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടുള്ള 2 പേര്. യെസ്, ഹൈഫൈ, അവർ വന്നു ഫ്രണ്ടിൽ നിന്നു ആൻഡ് ഡിവൈസ് പിടിച്ച് എല്ലാവർക്കും ഫോട്ടോ എടുക്കാനായിട്ട് കുറേ നേരം അവിടെ പോസ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഈ പോസ് ചെയ്യുന്നിടയ്ക്ക് ഏറ്റവും ആദ്യം നമ്മൾ കണ്ട പെട്ടികൾ, അവിടെ എല്ലാവരും പെട്ടികൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ല, അതിനകത്ത് എന്താണ് എന്നറിയാമോ എന്ന് കാണിച്ചുകൊണ്ട് നമ്മളെല്ലാവരും അവിടെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ പെട്ടിക്കകത്തെല്ലാം S23 സീരീസും അതേപോലെ തന്നെ നമ്മുടെ ബുക്ക് 3 സീരീസും കാര്യങ്ങളൊക്കെയായിരുന്നു അവിടെ വെച്ചിരുന്നത്. സോ നമ്മൾ ആദ്യം S23യിലേക്ക് പോയി ആൻഡ് എൻ്റെ കയ്യിൽ S23 ആണ് ഇരിക്കുന്നത്. കൊള്ളാം, കഴിഞ്ഞ കൊല്ലത്തെ പോലെ തന്നെ, പക്ഷേ ആ ഒരു പൊങ്ങി നിൽക്കുന്ന സ്ഥലമില്ല എന്ന് മാത്രം. കൈ പിടിക്കാനൊക്കെ നല്ലൊരു രസമുണ്ട്. ആ ഒരു കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു. കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫോണാണ്. ഇപ്രാവശ്യം ക്യാമറയിലാണ് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇതിൻ്റെ ഒരു 3x ക്യാമറ ആയിക്കോട്ടെ അതേപോലെ വൈഡ് ആംഗിൾ ആയിക്കോട്ടെ എല്ലാം കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ലൈറ്റ് ക്യാപ്ചർ ചെയ്യും. ആൻഡ് ഫ്രണ്ട് ക്യാമറയും ഫ്രണ്ട് ക്യാമറയും ഇപ്രാവശ്യം കൊള്ളാം, കുഴപ്പമില്ല, നല്ല രീതിയിലാക്കിയിട്ടുണ്ട്. ഇനി S23 ഒരു ചേച്ചി അവിടെ കാര്യമായിട്ട് റീൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് S23യുടെ. സോ S23 അൾട്രയാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. S23 അൾട്ര അതേപോലെ S22 അൾട്രയും കൂടി അവിടെ ഒരു വ്യക്തി കാര്യമായിട്ട് കമ്പയർ ചെയ്യുന്നത് നമ്മൾ കണ്ടു. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും കാര്യമായിട്ടുള്ള ഡിസൈൻ ചേഞ്ചസ് ഒന്നും ഇല്ല എങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് മൈനറായിട്ട് അവർ കൂടുതൽ ക്യാമറയിലൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്. എൻ്റെ കയ്യിലും ഒരു S23 അൾട്ര കിട്ടി. ഇതാണ് ഞാൻ പറഞ്ഞ എനിക്ക് ഇഷ്ടപ്പെട്ട പച്ച കളർ. കണ്ടില്ലേ, മുകളിൽ കുറച്ചുകൂടി ഫ്ലാറ്റ് ആയിട്ടുണ്ട്, സൈഡിൽ നമ്മുടെ അതൊക്കെ കറക്റ്റ് അതേപോലെ തന്നെ ഉണ്ട്. എന്തായാലും ഇതിൻ്റെ ക്യാമറയാണല്ലോ മെയിൻ. നമുക്ക് ആ ഒരു ക്യാമറ ഓപ്പൺ ചെയ്ത് നോക്കാം. എവിടെ ക്യാമറ. സോ ഇതിൻ്റെ സെൽഫി ക്യാമറ കൊള്ളാം. ഇനി ബാക്ക് ക്യാമറയിൽ 3x സൂം, 10x സ്റ്റാർബക്സിൻ്റെ ലോഗോ ഒക്കെ അവിടെ കൃത്യമായിട്ട് കാണുന്നുണ്ട്. ആൻഡ് ഒരു ചേട്ടൻ കാര്യമായിട്ട് അവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കൊള്ളാം, വൈഡ് ആംഗിളിലേക്ക് ട്രാൻസിഷനൊക്കെ കൊള്ളാം, ഫിനിഷൊക്കെ കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഇനി നമ്മുടെ S23 പ്ലസ് എവിടെയാണ്? എവിടെയും കാണുന്നില്ലല്ലോ. കുറേ നേരമായി ഞാൻ S23 പ്ലസിനെ തപ്പി നടക്കുവാണ്. നമ്മുടെ ഗാലക്സി ബുക്ക് 3 പ്രോ 360 ആണ് അവിടെ കാര്യമായിട്ട് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ വേറൊരു ചേച്ചി അവിടെ കാര്യമായിട്ട് സ്റ്റൈലസ് ഉപയോഗിച്ച് ടച്ചൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്കും ടച്ച് ചെയ്യാനായിട്ട് ഒരു ചെറിയ പൂതി വന്നു. അതുകൊണ്ട് തന്നെ ഞാനും തൊട്ടപ്പുറത്ത് കണ്ട മടക്കി വെച്ചിരിക്കുന്ന ഒരു ഗാലക്സി ബുക്ക് 3 പ്രോ 360യിൽ പോയിട്ട് കൊത്തി വരച്ചു കുറേ നേരം. ആ ഒരു സ്റ്റൈലസൊക്കെ വെച്ച് കൊള്ളാം, നല്ലൊരു ലേറ്റൻസിയൊക്കെ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി എൻ്റെ പൊന്നി ഇവിടെ എന്താ കൂട്ടം നോക്കി. ഇനി നമ്മുടെ ടെക്നോ റൂഹസ് അല്ലേ അവിടെ പുറകിൽ. ഇനിയിപ്പോൾ ഞാൻ എവിടേക്കാണ് പോണേ? ഞാൻ ചേട്ടാ താങ്ക് യു. ഇവിടെ ഒരു ലാപ്ടോപ്പ് ഉണ്ട്, നിങ്ങൾ കണ്ടോളൂ. കൊള്ളാം, നല്ല ലാപ്ടോപ്പ്.
ഓക്കെ നമ്മുടെ മിഡ് പാറ്റം ടെക് പറഞ്ഞിട്ടില്ലേ പുറകിൽ, പക്ഷേ എൻ്റെ ശ്രദ്ധ പോയത് അവിടെ ഇല്ല കേട്ടോ. അവരുടെ പുറകിൽ അവിടെ ഇരിക്കുന്ന ഒരു ഡിവൈസ് കണ്ടോ നിങ്ങൾ വാച്ചിൻ്റെ സൈഡിൽ? യെസ്, ഫൈനലി നമ്മുടെ S23 പ്ലസിൽ നമ്മുടെ കൈകൾ വെച്ചു. എൻ്റെ കയ്യിലുള്ള ഫോൺ പോലെ തന്നെ ഉണ്ട് കേട്ടോ. ആ ഒരു സാധനം മാറ്റി എന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് ഇത്രയധികം ആൾക്കാരായിരുന്നു ആ ഒരു ഇവൻറ്റിൽ വന്നത്. സോ നല്ല ഒരു ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യാനായിട്ട് മുകളിൽ കയറി നിന്നപ്പോഴാണ് സൈഡിൽ കൂടെ 2 പേര് നടന്നു പോയത്. അവർ പോകാൻ വേണ്ടി ഒന്ന് കാത്തിരിക്കുകയായിരുന്നു ഞാൻ, ആൻഡ് അവർ പോയി. ഓക്കെ, ബൈ.